ബന്ധുപോലുമല്ലാതെ, മറ്റുള്ള എല്ലാവരും ബന്ധുക്കളായിരുന്നു, ബന്ധുപോലുമല്ലാതെ പ്രണയിച്ചു എന്നതിൻ്റെ പേരിൽ ഫർസാനയെ അടക്കം വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതിൻ്റെ ആ ഒരു പാപഭാരം അതൊഴിവാക്കാനായി ഫർസാനയുടെ വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്നുള്ള ഒരു ആശങ്കയാണ് റഹീമിൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ എവിടെ പ്രായശ്ചിത്തം ചെയ്യുമെന്നുള്ള ചോദ്യം അഫാനോട് ചോദിക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയും അതുപോലെ തന്നെ തൻ്റെ മകനുമായിട്ടുള്ള അഫാനെ ഇനി ഒരു കാലത്തും തനിക്ക് കാണേണ്ടതില്ല എന്നാണ് റഹീം ആവർത്തിച്ചു പറയുന്നത്. ഇപ്പോഴും ഇതിനു മുൻപും സംഭവം നടന്ന സമയത്തുമൊക്കെ റഹീമിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം നശിപ്പിച്ചത് അവനാണ്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് ആരോരുമില്ലാത്ത കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മറ്റൊരു രാജ്യത്ത് കിടന്ന് വിയർപ്പൊഴുക്കിയത്. പക്ഷെ അതൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് അവനാണ് ഇല്ലാതാക്കിയത്. അവനുണ്ടാക്കിയ നഷ്ടമെന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അത് വളരെ വലുതാണ്, ഒരിക്കലും നികത്താൻ കഴിയാത്തതാണ്, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ഇനി മകനായി വേണ്ട എന്നാണ് റഹീം പറയുന്നത്. ആശുപത്രിയിലായിരുന്ന ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. ഇപ്പോൾ അതിൽ ഏറെ ആശ്വാസമുണ്ടെന്നാണ് റഹീം പറയുന്നത്. തുടക്കത്തിലേറെ ആശങ്കയുണ്ടായിരുന്ന, വിഷമമുണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്നുമൊക്കെ ഇപ്പോൾ കരകയറുന്നുണ്ട്. അതിലുള്ള നന്ദിയാണ് പടച്ചവനോട് ഇപ്പോൾ പറയുന്നത്. ഷിമിയെ കഴിഞ്ഞ ദിവസമായിരുന്നു വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയത്. തൽക്കാലം വീട്ടിലേക്കില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു ബന്ധുക്കളുടെ അടുത്തേക്കും പോകാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ഇളയ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐസിയുവിൽ വെച്ച് ഭാര്യയെ അറിയിച്ചിരുന്നു. അന്ന് തന്നെ പൊട്ടിക്കരയുകയാണ് ഷെമി ചെയ്തത്. എന്നാൽ മറ്റുള്ള കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബാക്കി മരണങ്ങൾ എങ്ങനെ സംഭവിച്ചു, അത് ചെയ്തതാര് എന്നുള്ളത് 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർമാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇക്കാര്യങ്ങൾ ഷെമിയോട് പറഞ്ഞു. ഷെമിയുടെ പ്രതികരണം എന്തെന്നറിയാൻ പോലീസും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നത്. അഫാൻ ഇതൊക്കെയാണ് ചെയ്തത്, അഫാനാണ് ഇവരെയൊക്കെ തന്നെ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷെമി പറയുന്നത് അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ്. ഈ നിമിഷം പോലും മകനെ അത്രയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവന് തെറ്റുപറ്റിയാൽ പോലും അത് പുറത്തു പറയാതിരിക്കാനും പരമാവധി ശ്രമിക്കുകയാണ്, ചേർത്ത് പിടിക്കുകയാണ് ഷെമി. ഇത്തരത്തിൽ ചെറിയ തെറ്റുകൾ പോലും ചേർത്ത് പിടിച്ച് കുട്ടികളെ ശാസിക്കാതെ, അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അവർ ചെയ്യുന്ന വലിയ ഗുരുതരമായ പിഴവുകളും ഇങ്ങനെ തിരുത്തുമ്പോൾ ഭാവിയിൽ അവർ സമൂഹത്തിന് തന്നെയാണ് വലിയ വിപത്തായി മാറുന്നത്. ഒരു പാറ്റയെ പോലും പേടിയായിരുന്ന അവൻ എങ്ങനെ ഇത്ര കൊലപാതകങ്ങൾ ഇത്ര ക്രൂരമായി അവരെയൊക്കെ കൊലപ്പെടുത്തുമെന്നാണ് ഷെമി ചോദിക്കുന്നത്. ഷെമിക്ക് അതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴും ഷെമിയുടെ പരിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരൊറ്റ മറുപടി മാത്രമാണ്. ആദ്യം മുതൽ തന്നെ, ആദ്യം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താനായി മെഡിക്കൽ കോളേജിലെത്തിയ സാഹചര്യത്തിൽ പറഞ്ഞത് ഏകദേശം 45 മിനിറ്റ് നേരം ഷെമിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കട്ടിൽ നിന്നും വീണ് പരിക്ക് പറ്റിയെന്നാണ്. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നു ഷെമി. മറ്റൊരു കാര്യത്തിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. അപ്പോൾ പോലീസ് അന്വേഷണത്തോട് ഷെമി സഹകരിക്കില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനും. പോലീസിന് മറ്റു വഴികൾ തേടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു നിർവാഹം ഒന്നും തന്നെയില്ല. ഷെമി ഇനി സത്യം പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെയില്ല. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണമെന്നുള്ളത് വ്യക്തമാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ റഹീമും. ഈ കടങ്ങളൊക്കെ തന്നെ താൻ വരുത്തിവെച്ചതാണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ തന്നെ വീട്ടേണ്ട ഒരു ബാധ്യത റഹീമിനുണ്ടായിരിക്കുന്നു. സൗദിയിൽ 2 ദിവസം അവിടുത്തെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷമാണ് 5 പൈസ പോലും കയ്യിലെടുക്കാനില്ലാതെ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇനി ഒരു കാരണവശാലും തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ. നാട്ടിലാകട്ടെ ഭീകരമായ ബാധ്യതകളും. ഇനി എന്തായിരുന്നാലും ഗൾഫിൽ പോയി ജോലിയെടുക്കാനായി താൻ ആഗ്രഹിക്കുന്നില്ല. വിദേശ രാജ്യമൊക്കെ തന്നെ സ്വപ്നം കണ്ടു പോയത് അവിടെ നല്ല ജീവിതം തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ആഗ്രഹിച്ചിട്ടല്ല, മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും തന്നെ അറിയിക്കാതെ വളർത്താൻ, അവർ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ആകട്ടെ മക്കളൊന്നും തന്നെയില്ല. 2 പേരും മരിച്ചു എന്ന മട്ടിൽ തന്നെയാണ് റഹീം മനസ്സിൽ കരുതുന്നത്. അഫാനെ ഒരു കാരണവശാലും ഇനി മകനായി അംഗീകരിക്കാനും റഹീം തയ്യാറാകില്ല. ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നതും റഹീമിന് തന്നെയാണ്. ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു. സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഉമ്മയും സ്വന്തം ഭാര്യയെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു. അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി സാധിച്ചു. സ്വന്തം മകനെ അടക്കം കൊലപ്പെടുത്തി.
സൗദിയിൽ 10 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയാണ് റഹീമിനുണ്ടായിരുന്നത്. നാട്ടിൽ റഹീമിൻ്റെ അറിവിൽ 10 ലക്ഷം രൂപയുടെ ബാധ്യതയിൽ പരമാവധി വരാൻ സാധ്യതയില്ല. 15 ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രമേ ബാധ്യത വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതുകൂടാതെ തന്നെ 60 ലക്ഷത്തോളം കടമുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും തന്നെ തനിക്ക് ഒരു വ്യക്തതയുമില്ല. ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നതിൽ ഒരു എത്തും പിടിയുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് റഹീം. ബാങ്കിൽ ബാധ്യതയുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. കാലാവധി ഉണ്ടായിരുന്നിട്ട് പോലും വെഞ്ഞാറമൂട്ടിലെ അസിസ്റ്റന്റ് മാനേജർ വലിയ തോതിൽ തന്നെ പ്രഷർ ചെലുത്തിയിരുന്നു. തിരിച്ചടയ്ക്കണമെന്നും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഏറ്റവും ഒടുവിൽ ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠൻ 75,000 രൂപയാണ് ഷെമി കൊടുക്കാനുണ്ടായിരുന്നത്. ഉമ്മയുമായി അങ്ങനെ സാമ്പത്തിക ഇടപാടുകളില്ലായിരുന്നു. പക്ഷേ മകൻ മാല ചോദിച്ചെത്തിയിരുന്നു, അങ്ങനെ ഒരു ബന്ധപ്പെടൽ നടത്തിയിരുന്നുവെന്ന് ഇപ്പോൾ പോലീസും പറയുന്നുണ്ട്. ഷെമിയും അഫാനും തട്ടത്തുമലയിലെ ഒരു ബന്ധുവിൽ നിന്നും പലിശയ്ക്ക് 5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പലിശ ഇനത്തിൽ തന്നെ 5 ലക്ഷം രൂപയിലധികം തിരിച്ചു കൊടുത്തു. കൃത്യസമയത്ത് പലിശ കൊടുത്തില്ലെങ്കിൽ അവരും വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ 4 കോണിൽ നിന്നും ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്നവരെയൊക്കെ തന്നെ കൊലപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അഫാന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുതന്നെയാണ് അഫാൻ നേരത്തെ പറഞ്ഞ തട്ടത്തുമലയിലെ 2 ബന്ധുക്കളെ കൂടി കൊല്ലാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. പോലീസിന് അങ്ങനെ മൊഴി കൊടുക്കാൻ കാരണവും ഈ ഭീഷണികളുടെ മറ തന്നെയാണ്. ഒരുപക്ഷേ ബാങ്കിലെ മാനേജറെ പോലും അഫാൻ അങ്ങനെ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. അഫാനെ ഒരു തരത്തിലും ഇനി കാണേണ്ടതില്ല. അവനെ മകനായി അംഗീകരിക്കുന്നില്ല. അവൻ കാരണം തനിക്കുണ്ടായ നഷ്ടം അത് വളരെ വലുതാണ്. അതൊന്നും തന്നെ ഇനി നികത്താൻ പോലും കഴിയില്ല. അവനെ അത്രയധികം മറ്റുള്ളവർ, തൻ്റെ ഉമ്മയും സഹോദരന്മാരുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്നേഹത്തിനൊന്നും തന്നെ വിലയില്ലാതാക്കിയിരിക്കുന്നു അവൻ. എത്രയൊക്കെ ബാധ്യത ഉണ്ടായിരുന്നെങ്കിലും അഫാനോട് തന്നെ താൻ നേരിട്ട് പറഞ്ഞതാണ്, ഫോൺ വിളിച്ചു പറഞ്ഞതാണ്, വസ്തു വിറ്റ് എന്തൊക്കെ ബാധ്യത ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ തീർക്കാമെന്ന്. അങ്ങനെ വസ്തു വിൽക്കാനായ ആളെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. ഫർസാനയെക്കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടിയപ്പോൾ ഒരു സുഹൃത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു പ്രണയമോ മറ്റെന്തെങ്കിലുമോ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, വെറും സുഹൃത്തുക്കൾ മാത്രമാണ് തങ്ങളെന്നാണ് അഫാൻ ആദ്യം പറഞ്ഞത്. എന്നിരുന്നാലും ഒരു പിതാവെന്ന നിലയിൽ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു അടുപ്പം തോന്നുന്നെങ്കിൽ, ഒരു വരുമാനമായി കഴിഞ്ഞാൽ വിവാഹമായി തന്നെ അത് നടത്തിത്തരാമെന്ന ഉറപ്പ് വരെ കൊടുത്തിരുന്നു. ഫർസാനയുമായി ബന്ധപ്പെട്ട് ചേട്ടന് സൗഹൃദമുണ്ടെന്നുള്ളത് ഇളയ മകനാണ് അഫ്സാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ പിതാവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഫർസാനയുടെ വീട്ടിലേക്ക് പോകുന്നത്? എങ്ങനെ അവരുടെ മാതാപിതാക്കളെ ഫേസ് ചെയ്യും? അവരോട് എങ്ങനെ മാപ്പ് പറയും? അവരെ ഏറെ കാണണമെന്നും അവരോട് ഇതേക്കുറിച്ചൊക്കെ തന്നെ പറയണമെന്നുമൊക്കെയുള്ള ആഗ്രഹം റഹീമിനുണ്ട്. തെറ്റ് ചെയ്തത് മുഴുവൻ തൻ്റെ മകനാണ്. അവരെങ്ങനെ ഇതിനെ നോക്കിക്കാണുമെന്നുള്ള ഭയമാണ് റഹീമിനുള്ളത്. അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് പോകാനായി മടിക്കുന്നത്. പോകണമെന്ന് വലിയ ആഗ്രഹം തന്നെ റഹീമിനുണ്ട്.